അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പരിശീലനം പൂർത്തീകരിച്ച 44 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യു NM പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 2014 അണക്കര ഗവൺമെന്റ് സ്കൂളിൽ SPC പദ്ധതി പ്രകാരം കേഡറ്റുകളുടെ പരിശീലന പരിപാടി ആരംഭിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനോടകം പദ്ധതിയിൽ ഉൾപ്പെട്ട് പരിശീലനം പൂർത്തീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ പൗര അവബോധം, സമത്വബോധം, സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയിട്ടുള്ളത്. 2024-26 ബാച്ചിൽ അണക്കര സ്കൂളിൽ നിന്നും 44 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തീകരിച്ച് പരേഡിൽ പങ്കെടുത്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യു NM മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്ത് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ഈ പരേഡിനെ മുന്നിൽ നയിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയം പരേഡ് കമാൻഡർ അശ്വതി വിജയൻ, ജീവിതത്തിൽ അച്ചടക്കം വേണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ലക്ഷ്യം. അച്ചടക്കം എന്ന് പറയുന്നത് കുട്ടികളുടെ അച്ചടക്കം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആനന്ദം പകരുന്ന വളരെ കാര്യങ്ങൾ പുസ്തകവായന അല്ലെങ്കിൽ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയമോൾ സാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാൻ ജോസഫ്, വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടർ A. ഷൈൻകുമാർ, ഇടുക്കി SPC അഡീഷണൽ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു, SPC പരിശീലകരായ CB CK, ലിജിത B. തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മാസ്റ്റർ ലോബിൻ രാജ്, PTA പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല, CPO രാംകുമാർ M, ACPO അനിഷ CS, ഗാർഡിയൻ SPC പ്രസിഡന്റ് നിസാർ PI, പരേഡ് നയിച്ച കേഡറ്റ് ലീഡർമാർ, മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾ തുടങ്ങിയവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പോലീസ് മേധാവികൾ, പൊതുപ്രവർത്തകർ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.